നമ്മളൊക്കെ ലാലേട്ടനോട് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഇന്ന് സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ചിട്ട് നമ്മുടെ ലാലേട്ടൻ തന്നെ നേരിട്ടൊരു മറുപടി തന്നിരിക്കുവാണ്. ചോദ്യം മറ്റൊന്നുമല്ല, എന്തിനാണ് ലാലേട്ട ബിഗ് ബോസ് പോലൊരു നെഗറ്റീവ് ഷോ ഒക്കെ ഹോസ്റ്റ് ചെയ്ത് സ്വന്തം വില കളയുന്നത് എന്ന്. അപ്പൊ ലാലേട്ടൻ പറയുന്നു, ഞാൻ ഒരുപാട് വെല്ലുവിളികൾ ഈ സീസണിൽ നേരിട്ടിട്ടുണ്ട്, പക്ഷെ എന്നെ ഈ ഷോയിലേക്ക് ആകർഷിച്ച ഒരേ ഒരു ഫാക്ടറാണ് എന്റർടൈൻമെന്റ് എന്നത്. കഴിഞ്ഞ 47 വർഷമായിട്ട് ഞാൻ നിരന്തരം പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ അതിലൊക്കെ ഞാൻ ഓരോ കഥാപാത്രങ്ങളായിരുന്നു. ഇവിടെ ഞാൻ മോഹൻലാൽ ആയിട്ട് നിന്നിട്ടാണ് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഈ ഒരു മറുപടി സാറ്റിസ്ഫാക്ടറി ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്ത് കേട്ടോ. വേറെ പല കാരണങ്ങളും ഉണ്ടാവാം. അത് ലാലേട്ടന് നമ്മളോട് പറയാൻ പറ്റുന്ന കാരണം ഇതേ ഉള്ളല്ലോ. ലാലേട്ടൻ ഇത്രയും ഓപ്പൺ ആയിട്ട് അത് ഇവിടെ പറയും എന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രയും വിമർശനം കിട്ടിയത് കൊണ്ടായിരിക്കണമല്ലോ ലാലേട്ടൻ പോലും ഇങ്ങനൊരു കാര്യം ടേക്കപ്പ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ പുള്ളിയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, അത് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മുടെ ടോപ്പ് 5 ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. 100 ദിവസം നിന്നിട്ട് നിങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തായിരുന്നു എന്നതായിരുന്നു ലാലേട്ടന്റെ ചോദ്യം. അപ്പൊ ആരും പറയാത്തൊരു മറുപടി ജിൻഡോ പറയുന്നുണ്ട്. എന്റെ വായിൽ ഇപ്പൊ ചീത്ത വരില്ല ലാലേട്ട, തെറിവാക്കുകൾ വരില്ല ലാലേട്ട, ആരും എന്റെ വാ പൊത്തുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ലാലേട്ടൻ ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. എന്നാ ഒരു മനുഷ്യനല്ലേ ഈ പുള്ളിയെ പറ്റി നല്ലത് പറഞ്ഞ് മടുത്തു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എല്ലാവരുടെയും മാഷപ്പ് കാണിക്കുന്നുണ്ട്. 100 ദിവസത്തെ യാത്രയുടെ കിടലിനൊരു മാഷപ്പ് ആയിരുന്നു. വഴക്ക്, നർമ്മം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന ഒരു മാഷപ്പ് ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ ശ്രുതി ലക്ഷ്മിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഡാൻസ് പെർഫോമൻസ്, കിടലിൻ പെർഫോമൻസ് ആയിരുന്നു, എനർജറ്റിക് പെർഫോമൻസ്. അത് കഴിഞ്ഞു. ഓക്കെ, അപ്പം കൂടുതൽ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.